കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ചില ദിവസങ്ങളായി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്ന സമയത്ത് ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതേ ചോദ്യം തന്നെ അല്ലെങ്കിൽ അതേ സംശയം തന്നെയുള്ള വേറെ പലരും കാണും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന വണ്ണമാണ് ഞാനിത് നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണോ രക്ഷയുള്ളൂ, വേറെ രക്ഷ പ്രാപിക്കാൻ മാർഗമൊന്നും ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം വേദോസ്തം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്. പത്രോസപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ട് യേശുക്രിസ്തു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുവാൻ ഉള്ള കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, യേശുക്രിസ്തു നൽകിയതുപോലിരിക്കുന്നതായ ഉറപ്പ് വേറെ ഈ ലോകത്തിൽ ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി 5 ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ 5 ഉറപ്പുകൾ വേറെ ഈ ലോകത്തിൽ ജനിച്ച ഒരു മഹാനും, അല്ലെങ്കിൽ ഒരു മതനേതാവ്, ഒരു ആത്മീയ നേതാവ്, ഒരു തത്വചിന്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ ആരും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു നൽകിയ ഈ ഉറപ്പ് വേറെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് മരിച്ച ആരും പറയാത്തത് കൊണ്ട് ആ ഉറപ്പ് നൽകിയ ആ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ആ 5 ഉറപ്പുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചില ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 5 ഉറപ്പും യേശുക്രിസ്തു തന്നെ സംസാരിച്ച് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് ഈ 5 ഉറപ്പ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 37-ാം വാക്യമാണ്. അവിടെ ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. പിതാവ് എനിക്ക് തരുന്നതൊക്കെ എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യന് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പിതാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവിടെ ഒരു നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്. അപ്പോൾ ഒരു നാളെന്ന് പറഞ്ഞാൽ ഒരു ദിവസം. ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ദിവസം പോലും യേശുക്രിസ്തു അവനെ ഉപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അവനെ തള്ളിക്കളയുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവനെ ഒരു ദിവസം പോലും യേശുക്രിസ്തു മാറ്റി നിർത്തുന്നില്ല, തള്ളിക്കളയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു വ്യക്തിയെ പോലും ഒരു ദിവസം പോലും തള്ളിക്കളയാത്തത്? അപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന വ്യക്തിയെ യേശുക്രിസ്തു ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നൊരു ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു ഉറപ്പ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ മരിച്ച എല്ലാവരും മരിച്ച് മൺമറഞ്ഞ യവനയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ യേശുക്രിസ്തു മാത്രം ഒരിക്കൽ മരിക്കുകയും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും നിത്യജീവനോടെ ഇന്ന് സ്വർഗത്തിൽ നിത്യകാലം വസിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നിത്യമായി ജീവിക്കുന്ന യേശുക്രിസ്തുവിന് മാത്രമേ ഒരു വ്യക്തിയോട് ഈ ഉറപ്പ് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ള ഉറപ്പ് പറയുവാൻ കഴിയണമെങ്കിൽ അവൻ എന്നേക്കും ജീവിക്കുന്നവനായിരിക്കണം. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നവനാകയാൽ ആ വ്യക്തിക്ക് മാത്രമേ ഈ ഉറപ്പ് നൽകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തിയും ആ ഉറപ്പ് നൽകിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ആ ഉറപ്പ് തരാൻ യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു കാരണം അതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുവാനായിട്ട് 2 മാർഗമാണുള്ളത്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തു തന്നെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആഹ്വാനമാണ് എൻ്റെ അടുക്കൽ വരിക എന്നുള്ളത്. എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകാം, നിങ്ങൾ ആശ്വാസം കണ്ടെത്തും, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ ഒരു മഹാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റാർക്കും എൻ്റെ അടുക്കൽ വരുക, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരാമെന്ന് പറഞ്ഞ ഒരു ഒറ്റ വ്യക്തി പോലും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുന്ന വ്യക്തിയെ
യേശുക്രിസ്തു ഒരു നാളും മാറ്റി നിർത്തുകയില്ല എന്നുള്ള യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഉറപ്പാണ്. മറ്റൊരു യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അപ്പോൾ പിതാവായ ദൈവം മനുഷ്യനെ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കണം. മനുഷ്യനെ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം അനുവദിച്ചിട്ട് മാത്രമേ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ആഹ്വാനം കേട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലാം. രണ്ടാമത്, യേശുക്രിസ്തുവിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നത് ദൈവമാണ്, പിതാവാണ്. അപ്പൊ പിതാവായ ദൈവം യേശുക്രിസ്തുവിലേക്ക് മനുഷ്യനെ ആകർഷിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരും. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഈ രണ്ട് മാർഗങ്ങളിൽ ഏത് വിധത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആരും അറിയുന്നുവോ അവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യേശുക്രിസ്തു അവന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തു നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ്. ഇനി രണ്ടാമത്തെ ഉറപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തു ഇങ്ങനെ പറയുവാണ്. 6:40 എങ്ങനെയാണ് വായിക്കുന്നത്? രണ്ടാമത്തെ ഉറപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 6:40. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുക്രിസ്തു നൽകുന്ന രണ്ടാമത്തെ ഉറപ്പിതാണ്. ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ പാപിയായ മനുഷ്യനെ സ്നേഹിച്ച് അവന്റെ പാപമോചനം നൽകിക്കൊണ്ട് അവന് നിത്യജീവൻ നൽകേണ്ടതിന് വേണ്ടി ആ നിത്യജീവനുമായി ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ആ യേശു പറയുവാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അപ്പൊ അങ്ങനെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്ന വ്യക്തിയെ യേശുക്രിസ്തു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ്. അപ്പൊ പുത്രനെ നോക്കിക്കൊണ്ട് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന പിതാവിന്റെ ഇഷ്ടമാണ്. ആ പിതാവിന്റെ ഇഷ്ടപ്രകാരം പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ സ്വന്തമാക്കിയ ആ വ്യക്തിയെ യേശുക്രിസ്തു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. ഈ മരിച്ച വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുവാൻ അധികാരമുള്ളവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ ആ ഉറപ്പ് നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുവാനുള്ള അധികാരം അവൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് കൈക്കലാക്കി എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. അത് നമുക്ക് വിശ്വസിക്കാനുള്ള വിശ്വാസയോഗ്യമായ ഉറപ്പാണ്. കാരണം അവൻ ഒരു തത്വചിന്തകനെ പോലെ ചുമ്മാ ഒരു തത്വം പറയുകയല്ല ചെയ്ത് അവൻ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച വ്യക്തി മരിച്ചു പോയാൽ ആ ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് യേശുക്രിസ്തു നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ്. ഇങ്ങനെ ഒരു ഉറപ്പ് പറയുവാൻ ഈ ലോകത്തിൽ ഒരു മഹാന്മാർക്കും ഒരു ആധ്യാത്മിക നേതാക്കൾക്കും ഒരു മത നേതാവിനും സാധ്യമല്ല. കാരണം അവരെല്ലാം മരിച്ചത് മരണത്തോടുകൂടി മൺമറഞ്ഞു പോയതോടുകൂടി ഈ ലോക ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നവനായതുകൊണ്ട് അവര് പറയാൻ പറ്റും, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് യേശുക്രിസ്തു നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ്. ഇനി മൂന്നാമത്തെ ഉറപ്പ് എന്ന് പറയുന്നത്, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 2-3 ദിവസങ്ങൾ മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
യേശുക്രിസ്തു നൽകുന്ന മൂന്നാമത്തെ ഉറപ്പ് ഇതാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ മടങ്ങി വരും, അല്ലെങ്കിൽ വീണ്ടും മടങ്ങി വരും. അപ്പോൾ വീണ്ടും മടങ്ങി വരുമെന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സാധ്യമുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ, ഈ അഖിലാണ്ടത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ, ഞാൻ മടങ്ങി വരും. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു മറിയോട് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ യേശു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. തൽക്കാലത്തേക്ക്, കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ഞാൻ വീണ്ടും വരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ വീണ്ടും വരും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അവന് വീണ്ടും വരുമെന്ന് ഉറപ്പ് നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും. അവൻ ആദിയിൽ വന്നത് എന്തെന്നറിയോ? ഒരിക്കൽ യേശുക്രിസ്തു തന്റെ ജനത്തെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായി അവൻ ലോകത്തിൽ വന്നു. ക്രിസ്തുയേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പൊ യേശുക്രിസ്തു ഒന്നാമത് ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ രക്ഷകനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ യേശുക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുമെന്നുള്ളത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് അഥവാ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നൽകുന്ന മൂന്നാമത്തെ ഉറപ്പാണ്, ഞാൻ വീണ്ടും വരും. അപ്പൊ ആ മൂന്നാമത്തെ ഉറപ്പിന്മേൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ ഇന്ന് ശാസ്ത്രത്തിൽ, ഗവേഷണത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളെ എല്ലാം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും എന്ന് യേശുക്രിസ്തു മനുഷ്യന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഉറപ്പ്. നാലാമത്തെ ഉറപ്പെന്ന് പറയുന്നത് യേശുക്രിസ്തു എന്തിനാണ് വീണ്ടും വരുന്നത് എന്നുള്ള കാര്യമാണ്. യേശുക്രിസ്തു വീണ്ടും വരുന്നത് യോഹന്നാൻ 14:3 വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ നിന്ന് നിത്യജീവൻ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി അല്ലെങ്കിൽ വിശുദ്ധനായി ഇരിക്കുന്ന മനുഷ്യനെ യേശുക്രിസ്തു ചേർക്കുവാനായിട്ട് വീണ്ടും വരും. അതാണ് മൂന്നാമത്തെ ഉറപ്പ്. ആ വരുമ്പോൾ ആ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുക മാത്രമല്ല, അവർ എന്നോട് കൂടെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഇരുത്തും. അതാണ് നാലാമത്തെ ഉറപ്പ്. യേശുക്രിസ്തു വാക്ക് പറഞ്ഞ കാര്യമാണ്, അവൻ നമ്മെ ചേർത്തുകൊണ്ട് തന്നോട് കൂടെ ഇരുത്തും എന്നുള്ളത്. ഇങ്ങനെ തന്നോട് കൂടെ ഇരുത്തും എന്ന് പറയുവാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ഈ പ്രപഞ്ചത്തിൽ ആർക്ക് കഴിയും? കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വന്നാൽ നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും, അന്ന് നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും. ഈ യേശുക്രിസ്തു ഈ കാര്യം അവരോട് പറയുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ ഇപ്പോൾ പിതാവിന്റെ അടുക്കൽ പോവുകയാണ്, ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചേർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അപ്പോൾ യേശു ഇരിക്കുന്നിടത്ത് തൻ്റെ ജനത്തെ, തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ വിശുദ്ധന്മാരെ ഇരുത്തും എന്നുള്ളതാണ് യേശുക്രിസ്തു നൽകുന്ന നാലാമത്തെ ഉറപ്പ്. തന്നോട് കൂടെ ഇരുത്താമെന്ന് പറയുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്ക് കഴിയും? ഒരു മഹാനും കഴിയില്ല, ഒരു ആധ്യാത്മിക നേതാവിനും കഴിയത്തില്ല. അവിടെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, എന്നോട് കൂടെ ഇരുത്തും. വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യേശുക്രിസ്തു അതിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ജയിച്ച പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നത് പോലെ ഈ ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ ഇരിക്കുവാൻ വരം നൽകും. അപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ ഇരുത്തും എന്നുള്ളത് യേശുക്രിസ്തു നൽകുന്ന നാലാമത്തെ ഉറപ്പാണ്.
അഞ്ചാമത്തെ ഉറപ്പ് എന്താണെന്ന് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മത്തായി 26-ാം അധ്യായത്തിൽ 40 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: ശിഷ്യൻ എന്ന് വെച്ച ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. ഇതാണ് കർത്താവായ യേശുക്രിസ്തു തരുന്ന അഞ്ചാമത്തെ ഉറപ്പ്. അതെന്താണ് അഞ്ചാമത്തെ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന ഓരോ ഉപദ്രവങ്ങൾക്കും, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്നാണ് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന അഞ്ചാമത്തെ ഉറപ്പ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉപദ്രവം സഹിച്ചാൽ പ്രതിഫലമുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കഷ്ടം സഹിച്ചാൽ പ്രതിഫലമുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റാരുടെയെങ്കിലും നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ നാമത്തിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ ആരും ഈ പ്രപഞ്ചത്തിലില്ല. ഒരു വിശുദ്ധന്റെ നാമത്തിലും പുണ്യപ്രവർത്തികൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്റെ നാമത്തിൽ നമ്മൾ നീതിപ്രവർത്തികൾ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഉപകാരം, പരോപകാരം, നീതിപ്രവർത്തി, സൽപ്രവൃത്തി, ഇതെല്ലാം മറ്റൊരു വ്യക്തിയുടെ നാമത്തിൽ ചെയ്താൽ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി പോലും ഈ പ്രപഞ്ചത്തിലില്ല. ഒറ്റ വിശുദ്ധൻ പോലുമില്ല. ഈ ലോകത്തിൽ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിശുദ്ധനും അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതൊരു നിസാര പ്രവൃത്തിക്കും പ്രതിഫലം ഉറപ്പു നൽകിയിരിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം. 5 കാര്യങ്ങളുടെ ഉറപ്പിന്മേലാണ് യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറയുവാനുള്ള കാരണം. 5 കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഉറപ്പ്, തന്നെ അന്വേഷിച്ച് തൻ്റെ അടുക്കൽ വരുന്ന, തൻ്റെ ആഹ്വാനം കേട്ട് തൻ്റെ അടുക്കൽ വരുന്ന ഒരുത്തനെയും യേശുക്രിസ്തു തള്ളിക്കളയില്ല എന്നുള്ളത് യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ ഉറപ്പാണ്. ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പ്, തന്നിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തി തൻ്റെ വരവിന് മുമ്പ് മരിച്ചു പോയാൽ ആ മരിച്ച വ്യക്തിയെ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഉറപ്പ്. മൂന്നാമത്തെ ഉറപ്പ്, യേശുക്രിസ്തു എവിടെ നിന്ന് വന്നോ അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതാണ് മൂന്നാമത്തെ ഉറപ്പ്. അതും യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ കാര്യമാണ്, ഞാൻ വീണ്ടും വരും. അപ്പൊ ആ വീണ്ടും വരുന്ന ആ പ്രത്യാശയുടെ കാലഘട്ടത്താണ് വിശ്വാസികൾ ജീവിക്കുന്നത്. അതാണ് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 300ഓളം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, യേശു വീണ്ടും വരും. അത് യേശുവാണ് ആദ്യം പറഞ്ഞത്, ഞാൻ പോയാൽ വീണ്ടും വരും. അതാണ് യേശു തരുന്ന മൂന്നാമത്തെ ഉറപ്പ്. നാലാമത്തെ ഉറപ്പെന്ന് പറയുന്നത്, യേശുക്രിസ്തു വരുന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് കൊടുത്ത ഉറപ്പ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും എന്നുള്ളതാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് യേശുക്രിസ്തു നിത്യകാലം വസിക്കുന്ന, എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിച്ചിരിക്കുവാൻ വേണ്ടി ഒടുക്കത്തെ നാളിൽ അവനെ പുനരുത്ഥാനം ചെയ്ത് നിത്യജീവൻ കൊടുത്ത് പുനരുത്ഥാനം ചെയ്ത് യേശുക്രിസ്തു ആ വിശുദ്ധനെ തന്നോടുകൂടെ ചേർത്തത് നിത്യതയിൽ തന്നോടുകൂടെ ഇരുത്തും എന്നുള്ളതാണ് നാലാമത്തെ ഉറപ്പ്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഞ്ചാമത്തെ ഉറപ്പെന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഹിക്കുന്ന കഷ്ടങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏൽക്കുന്ന ഉപദ്രവങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു നിസ്സാര സൽപ്രവർത്തികൾക്ക് പോലും സ്വർഗത്തിൽ അവർക്ക് പ്രതിഫലം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ ഉറപ്പ്.
അപ്പൊ ഈ 5 ഉറപ്പുകൾ കർത്താവായ യേശുക്രിസ്തു മാനവജാതിക്ക് മനുഷ്യന് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ 5 ഉറപ്പ് നൽകുവാനായിട്ട് എന്നേക്കും ജീവിച്ചിരിക്കുന്ന, മരിച്ച ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം ചെയ്തിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്, നിത്യകാലം സ്വർഗത്തിൽ വാസം ചെയ്യുന്ന യേശുക്രിസ്തുവിന് മാത്രമേ ഈ 5 ഉറപ്പുകൾ നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ യേശുക്രിസ്തു തന്നെ തിരുവായ്മൊഴി പറഞ്ഞ 5 ഉറപ്പുകൾ ഉള്ളത് കൊണ്ടാണ്, ഇതുപോലെ മറ്റൊരു വ്യക്തിയും പറയാത്തത് കൊണ്ടാണ്, മറ്റൊരു വ്യക്തിയും ഇങ്ങനെ ഉറപ്പുകൾ മനുഷ്യർക്ക് നൽകാത്തത് കൊണ്ടാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറയുവാനുള്ള കാരണം. അങ്ങനെ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഇങ്ങനെ 5 ഉറപ്പ് തന്ന ഏതെങ്കിലും ഒരു മഹാൻ ഈ പ്രപഞ്ചത്തിൽ എന്നെങ്കിലും എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ അവനിലൂടെയും നമുക്ക് രക്ഷ പ്രാപിക്കാം. പക്ഷെ അങ്ങനെ 5 ഉറപ്പ് തന്ന ഒരു പ്രവാചകനോ ഒരു വ്യക്തി പോലും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.